So welcome back to our channel. So നമുക്ക് ഇനി നോക്കാനുള്ളത് DBMSലെ മോഡ്യൂൾ 1ലെ നെക്സ്റ്റ് ടോപ്പിക് ആയ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. സോ നമുക്ക് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് വൺ കൊടുത്തിരിക്കുന്നത് കൺട്രോളിംഗ് റിഡൻഡൻസി. ഫസ്റ്റ് വൺ ഇസ് കൺട്രോളിംഗ് റിഡൻഡൻസി. ഇത് എന്താണ് റിഡൻഡൻസി എന്നൊക്കെ നമ്മൾ ഇനി വരുന്ന ടോപ്പിക്സിൽ പഠിക്കും. പിന്നെ റെസ്ട്രിക്റ്റിംഗ് അൺഓതറൈസ്ഡ് ആക്സസ്, വേറൊരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക. പ്രൊവൈഡിങ് സ്റ്റോറേജ് സ്ട്രക്ചേഴ്സ് ഫോർ എഫിഷ്യൻറ്റ് ക്വറി പ്രോസസ്സിംഗ് നമ്മൾ പഠിക്കും, എങ്ങനെയാണ് ഒരു ക്വറി ഫോം ചെയ്യുന്നത്. പ്രൊവൈഡിങ് ബാക്കപ്പ് ആൻഡ് റിക്കവറിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഡേറ്റ മാനേജ്മെന്റ് ആണ്. പ്രൊവൈഡിങ് മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഇന്റർഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. അതേപോലെ റിപ്രസെന്റിങ് കോംപ്ലക്സ് റിലേഷൻഷിപ്പ് എമംഗ് ഡേറ്റ, എൻഫോഴ്സിങ് integrity constraints, permitting the inferences and actions using rules. ഇനി നമുക്ക് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. സോ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് DBMS വന്നിട്ട് കോസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് ഹാർഡ്വെയറിന്റെ സോഫ്റ്റ്വെയറിന്റെ കോസ്റ്റ് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലത്തെ കോസ്റ്റ് ഓഫ് ഡേറ്റ കൺവേർഷൻ ടൈമിൽ ഉണ്ടാവുന്ന കോസ്റ്റ്, പിന്നെ കോസ്റ്റ് ഓഫ് സ്റ്റാഫ് ട്രെയിനിങ്, അപ്പോയിന്റിംഗ് ടെക്നിക്കൽ സ്റ്റാഫ്, ഡേറ്റാബേസ് ഡാമേജ്, ഇതൊക്കെ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നമുക്ക് എഴുതാവുന്നതാണ്. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ക്യാരക്ടറിസ്റ്റിക്സിൽ ചോദിക്കുമ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DBMS ചോദിക്കുമ്പോൾ ഈ അഡ്വാൻറ്റേജസ് തന്നെ എഴുതാൻ സാധിക്കുന്നതാണ്. സോ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് DBMS.